പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം അൽഹംദുലില്ലാഹ് നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ മുഹറം മാസം വിട പറയുന്നതിന് മുമ്പ് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ടല്ലോ. ദുആ ചെയ്യുമ്പോൾ ഒരു 3 ദുആ ഞാൻ പറഞ്ഞു തരാം. 3 ദുആ. ഈ ദുആ നമ്മൾ ചെയ്താൽ നമുക്ക് വേണ്ടി നമ്മൾ അറിയാതെ മറ്റുള്ളവർ ദുആ ചെയ്യുമെന്നാണ്. എങ്ങനെ? 3 ദുആ നമ്മൾ പറഞ്ഞാൽ നമ്മളറിയാതെ നമുക്ക് വേണ്ടി വേറെ ഒരുപാട് ആളുകൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഒരു ദുആ പറഞ്ഞാൽ ഒരുപാട് നേട്ടം അവനിക്ക് കിട്ടാനുണ്ട്. ഏതൊക്കെയാണ് ആ നേട്ടങ്ങൾ, ഏതൊക്കെയാണ് ആ ദുആ, എന്തൊക്കെയാണ് ആ ദുആൻ്റെ അർത്ഥം, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഉസ്താദേ സിഹ്ർ ചെയ്യുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ. പലർക്കും അറിയാം ആരാണ് സിഹ്ർ ചെയ്തതെന്ന്. കണ്ണേറാണ്, ഒരുപാട് പ്രശ്നത്തിലാണേ, സങ്കടത്തിലാണേ, എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പലരൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ഉസ്താദ് എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്, എൻ്റെ കണക്കൊന്ന് നോക്കി പറയുമെന്നൊക്കെ പലരും ചോദിച്ചു. എനിക്കങ്ങനെ കണക്കൊന്നും നോക്കാൻ അറിയില്ല, നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഈ കണ്ണേറിൽ സിഹറിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ കണ്ണേറ് നമുക്ക് ഏറ്റിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു 10 അടയാളമുണ്ട്. 10 അടയാളത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? മനസ്സിലാക്കിക്കോ, എവിടെയോ എന്തോ ഒരു കണ്ണേർ ഏറ്റിട്ടുണ്ട്. കണ്ണേർ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല, അത് മാറ്റാനുള്ള ഒരു 4 സിമ്പിൾ വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് കേട്ടാലോ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു തആല കണ്ണേറ് ഏൽക്കാത്ത, സിഹർ ഏൽക്കാത്ത നല്ല ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് ഭക്ഷണം തരുന്നവർ, വെള്ളം തരുന്നവർ, നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരുന്നവർ, നമുക്ക് സ്വതക്കകൾ നൽകുന്ന ഒരുപാട് ആളുകൾ, നമ്മെ സഹായിക്കുന്നവർ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ ലോക മുഅ്മിനീങ്ങൾക്ക് പടച്ചവൻ എല്ലാവിധത്തിലുള്ള നന്മകളും കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ബറക്കത്തും സലാമത്തും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇനി മുതലൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, നമ്മൾ പല വീഡിയോയിലും സൂചിപ്പിച്ചതാണ്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ അടുക്കൽ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ അടുക്കൽ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനെ എങ്ങനെ ദുആ വെക്കുന്നത്? നമ്മുടെ അടുക്കൽ ഇല്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആ വെക്കണം? അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വ അംറാദ മൻ ഔസ്വാന ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ്. ഈ ഒരു ദുആ ഇത് നമ്മൾ വൈകുന്നേരത്തെ ദിക്റിൽ പറയാറുണ്ട് അല്ലേ? അല്ലാഹുവേ, ഞങ്ങളുടെ രോഗവും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ രോഗവും നീ മാറ്റണേ. ഇപ്പോൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ അടുക്കൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ അടുക്കൽ ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ എന്താവും? അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളെല്ലാം റാഹത്തിലാക്കി തരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദുആ മറന്നു പോകരുത്. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ആ ദുആ നമ്മൾ പറയണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ, ഇപ്പോൾ ഫലസ്തീനിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ആസാമിൽ, ബീഹാറിൽ, ഹരിയാനയിൽ, അതുപോലെ തന്നെ ബംഗാളിൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരുപാട് മുസ്ലിമീങ്ങളുടെ വീടുകളൊക്കെ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് തകർത്ത് കളയുന്നു, പള്ളികൾ നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് നമ്മുടെ ഈ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്നത്, മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കണം. എങ്ങനെ ദ്വാരക്കണം? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അങ്ങനത്തെ ഒരു ദുആ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. ഈ ദുആയൊക്കെ ഇതൊക്കെ പള്ളികളിൽ ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുന്നതാണ്. അത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മച്ചിമാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദുആയിലൊക്കെ ഇതുപോലുള്ള ദുആ ഉൾപ്പെടുത്താൻ മറന്നു പോകണ്ട. ഒരു 3 ദുആ. ഒന്ന്, അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വ അംറാദ മൻ ഔസ്വാന ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും രോഗങ്ങളെ മാറ്റണേ. രണ്ടാമത്തേത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അത് എല്ലാ സമയത്തും നിങ്ങൾക്ക് ദ്വാരക്കാം. മൂന്നാമത്തേത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നുള്ള ദുആയും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഈ 3 ദുആയും ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസം ഇനിയുള്ള ദിവസങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവിധത്തിലുള്ള ഖൈർ കിട്ടുന്ന, ബറക്കത്ത് കിട്ടുന്ന, സലാമത്ത് കിട്ടുന്ന ദിവസങ്ങളാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ
അവസാന ദിനങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി സഫർ മാസം ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരാനിരിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നന്മയും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെയും അതല്ലാതെയൊക്കെ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം, കണ്ണേറാണ് എന്ന് പറഞ്ഞ് ദുആ ഇറക്കം പറഞ്ഞിട്ടുണ്ട്. കണ്ണേറാണ് ഒരുപാട് ആളുകൾ പല വീഡിയോയുടെ താഴെയും ഉസ്താദെ കണ്ണേറിനെ പറ്റി ഒന്ന് പറയുമോ, കണ്ണേറ് ഏൽക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കണ്ണേറ് ഏറ്റാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഒന്ന് സൂചിപ്പിക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തുമാവട്ടെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ണേറ് ഏൽക്കാത്തവരായിട്ട് ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. അത് നമ്മുടെ സ്കൂൾ കാലഘട്ടമാവട്ടെ, അല്ലെങ്കിൽ മദ്രസയിലെ കാലഘട്ടമാവട്ടെ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ്, നമ്മുടെ കച്ചവടത്തിൻ്റെ സമയം, ഏത് സമയത്തും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു രൂപത്തിൽ കണ്ണേറ് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ കണ്ണേറ് എന്ന് നമുക്കൊന്ന് നോക്കാം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ചീത്ത പ്രകൃതിയുള്ള മോശം സ്വഭാവമുള്ള ആളുകളിൽ നിന്നും ഒരു അസൂയയോടെയുള്ള ഒരു നോട്ടം, അതെന്താണ്? കണ്ണേറാണ്. എങ്ങനെ? മോശം സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട്, നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാവും ഒരുപാട് മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ അല്ലേ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടുന്നത് കണ്ടാൽ മനസ്സിലൊരു കുശുമ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും, മോശം സ്വഭാവമുള്ള ആളുകൾ. ആ മോശം സ്വഭാവമുള്ള ആളുകളുടെ അടുക്കൽ നിന്നും അസൂയയോടെയുള്ളൊരു നോട്ടം മതി, അതെന്താണ്? കണ്ണേറാൻ. അസൂയയോടെയുള്ള ഒരു നോട്ടം, അല്ലെങ്കിൽ അസൂയയോടെയുള്ള ഒരു ചില വർത്തമാനം, അതൊക്കെ എന്താണ്? കണ്ണേറായിട്ട് നമുക്ക് ഭവിക്കുമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. കണ്ണേറുകാരൻ്റെ നോട്ടം, ചിന്ത, വാക്ക്, അതുമൂലം നമുക്ക് എന്തുണ്ടാകും? പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ്. ഇപ്പോൾ മോശം പ്രകൃതിയുള്ള മോശം സ്വഭാവമുള്ള ഒരു മനുഷ്യൻ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു, ഓ അവനിക്ക് എന്തോരം കാശാ, ഓ അവനിക്ക് എന്തൊരു സൗന്ദര്യമാ, ഓ അവളുടെ വീട് കണ്ടോ, അവളുടെ കുട്ടികളെ കണ്ടോ, ഇങ്ങനെ മനസ്സിൽ ചുമന്ന് ചിന്തിച്ചാൽ വരെ അതെന്താവും? കണ്ണേറായി ഏൽക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കണ്ണേറ് ഏൽക്കാത്തവരായിട്ട് ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടാൽ, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വാഹനം കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട് കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കണ്ടാൽ, നമ്മുടെ ഭാര്യയെ കണ്ടാൽ, നമ്മുടെ ഭർത്താവിനെ കണ്ടാലൊക്കെ മറ്റുള്ള ആളുകൾ ഒരു അസൂയയോടെയുള്ള ഒരു നോട്ടം നോക്കുന്നുണ്ടോ എങ്കിൽ അതൊരു കണ്ണേറായി ഭവിക്കും. പലപ്പോഴും നമുക്കത് ബാധിക്കുന്നില്ല എന്നാണ് സത്യം. കണ്ണേറ് പലപ്പോഴും നമുക്ക് ബാധിക്കുന്നില്ല, ശക്തമായ കണ്ണേറുകളാണ് നമ്മെ ബാധിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പലപ്പോഴും കണ്ണേർ അത് വെറുതെ അങ്ങനെ തട്ടിപ്പോകും. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആനോത്തൊക്കെ കൊണ്ട് അതങ്ങോട്ട് തട്ടിപ്പോകും, നമ്മൾ അറിയൂല. അപ്പോൾ ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായി ഈ കണ്ണേർ ഉള്ളതാണ് കേട്ടോ. പലരും ഇപ്പോഴും കണ്ണേറൊക്കെ അതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം, അതൊക്കെ ഈ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയൊക്കെ മറ്റു മതവിശ്വാസികളുടെ ഒരു വിശ്വാസമാണ് കണ്ണേർ എന്നൊക്കെ പറഞ്ഞ കൂടോത്രം. പക്ഷെ അതങ്ങനെയല്ല, കണ്ണേർ ഉള്ളതാണ്. അൽ ഐനു ഹഖുൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ മുഖം വിവർണമായ ഒരു സ്ത്രീയെ നബിതങ്ങൾ കണ്ടു. നബിതങ്ങളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. അവരുടെ മുഖം ഇങ്ങനെ എന്തോ ഒരു കളറ് വ്യത്യാസം, വല്ലാത്ത പേടിക്കുന്ന ഒരു അവസ്ഥ. ആ സമയത്ത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഈ 4 സൂറത്തുകളും ഓതി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മുഖത്ത് തടവുക, മന്ത്രിച്ച് നിങ്ങളുടെ മുഖത്ത് തടവുക. അപ്പം കണ്ണേറ് എന്ന് പറഞ്ഞാൽ അതുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിൽ വന്നേക്കാം. കണ്ണേറിൻ്റെ മൂത്തതാണ് സിഹിർ എന്ന് പറയുന്നത്. എത്രയോ ആളുകളാണ് സിഹിർ ചെയ്യുന്നതറിയോ? എത്രയോ ആളുകളാണ് സിഹിർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു സഹോദരൻ വന്നു. ഈ അടുത്ത ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അവരുടെ കുടുംബം പണ്ടേ ഇങ്ങനെ വഴക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ഈ കുടുംബത്തിൽ വന്ന് സിഹിർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇവരെ നോക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ പരിസരത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തകിട് കിട്ടും. ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും ചിലപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞ് ചില കുരുമുളക്, അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ ചുവന്ന മുളക്, അതൊക്കെ ഒരു പേപ്പറിൽ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഇവരുടെ സിറ്റൗട്ട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സിറ്റൗട്ട്, ആ സിറ്റൗട്ടിൻ്റെ അവിടെ ചിലപ്പോൾ ഈ ഉപ്പും കർപ്പൂരവും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ സിഹിർ. അതായത് സിഹിർ എന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട ആളുകളുണ്ടല്ലോ, ഇപ്പോൾ
ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കലും അതുപോലെ തന്നെ മറ്റു മതവിശ്വാസികളായ ആളുകളുടെ അടുക്കലൊക്കെ പോയിട്ട് സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, അകന്നൊരു ബന്ധുവാണ്. ആ ബന്ധു അവരങ്ങനെ വീട്ടിൽ വരാറില്ല. പക്ഷെ ഒരു ദിവസം അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അവരാദ്യം ചെയ്ത പരിപാടി ഇവരുടെ ബെഡ്റൂമിൽ ചെന്നു. ഇവരുടെ ബെഡ്റൂമിൽ ചെന്നിട്ട് ഈ ചീപ്പുണ്ടല്ലോ, ആ ചീപ്പ് തപ്പുക. ചീപ്പ് എടുത്തിട്ട് അതിൽ നിന്നും ആ വീട്ടിലെ ആ സ്ത്രീയുടെ, ആ ഉമ്മയുടെ മുടി എടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചു ഇതെന്താ സംഭവം? അപ്പോൾ പറഞ്ഞത് ഇതേ ഒന്ന് നോക്കാനാണ്, വെറുതെ നമുക്കൊരാളെ കൊണ്ട് നോക്കിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കെന്തോ ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കി അവരതിനെ തടയുകയാണ്. അപ്പോൾ പിന്നീട് അറിയാൻ സാധിച്ചു അവർ ഏതോ ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്. എന്തിന്? സിഹർ ചെയ്യാൻ. എന്നിട്ട് ആ മുടി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് നമ്മൾ ഇന്നത്തെ കാലത്തുണ്ട്. ഈ സിഹർ ചെയ്യുന്ന ആളുകൾ മുട്ടയിലൊക്കെ എന്തൊക്കെ ഇങ്ങനെ എഴുതി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾ കളിക്കുന്ന പാവയില്ലല്ലേ, പാവയിലൊക്കെ ആണിയടിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ പണ്ടേ നമ്മൾ ഈ പിശാചുക്കളെ ആവാഹിച്ചിട്ടൊക്കെ ചെയ്യുന്ന ചില പരിപാടിയാണ്. ഇന്നും അങ്ങനെ ചെയ്യുന്ന മുസ്ലിം നാമധാരികളുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ 7 വൻ പാപങ്ങളുണ്ട്. 7 വൻ പാപങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. സിഹർ ചെയ്യുന്നവൻ, സിഹർ ചെയ്യാൻ പറയുന്നവൻ, അതിന് കൂട്ടുനിൽക്കുന്നവൻ, അതിനെ സഹായിക്കുന്നവൻ, എല്ലാവർക്കും അല്ലാഹു തആലയുടെ കഠിനമായ ശിക്ഷ ഉണ്ടാകും. ചിലപ്പോൾ ചില വീട്ടിലെ സ്ത്രീകൾക്ക് എപ്പോഴും അസുഖം, കുട്ടികൾക്ക് എപ്പോഴും മാറി മാറി അസുഖം, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ഒരു ബറക്കത്തില്ല, എപ്പോഴും അടിയും ബഹളമൊക്കെ. എന്താ കാരണം? ഈ കുടുംബക്കാരിൽ ചില ആളുകൾ മുൻ വൈരാഗ്യം കൊണ്ട് ചെയ്യുന്ന ചില സിഹറുകളാണ്, അല്ലെങ്കിൽ കണ്ണേറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഈ സിഹർ അല്ലെങ്കിൽ കണ്ണേറൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങളുണ്ടാകും. ഒന്നാമത്തേത്, എപ്പോഴും നമുക്ക് ക്ഷീണമായിരിക്കും. എപ്പോഴും ക്ഷീണം. ഒരു 10 അടയാളങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എപ്പോഴും ക്ഷീണം, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എപ്പോഴും കിടന്ന് ഉറങ്ങണമെന്നുള്ള ഒരു തോന്നൽ, എപ്പോഴും കിടക്കണം. എന്നാൽ അസുഖം ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ എങ്കിൽ എന്താണ്? അത് കണ്ണേറിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഉറങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഉറക്കം കിട്ടില്ല. രാത്രിയൊക്കെ വെറുതെ ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല. അതെന്താണ്? കണ്ണേറിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെയോ ഭക്ഷണം കഴിക്കാൻ ഒട്ടും തോന്നില്ല. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാനുള്ള ആ ഒരു തോന്നലില്ല. കഴിച്ചു കഴിഞ്ഞാൽ രുചിയില്ലാത്തൊരവസ്ഥ. എന്നാൽ എന്തെങ്കിലും അസുഖമുണ്ടോ? ഒരസുഖവുമില്ല. ഇതും കണ്ണേറിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ നിസ്കരിക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, അതുപോലെ തന്നെ എന്തെങ്കിലും ദിക്ർ സലാത്തോ ഒക്കെ പറയാൻ ഭയങ്കര മടി. ഇനി എന്തെങ്കിലും ഖുർആനൊക്കെ ഓതാൻ വേണ്ടി ഖുർആൻ എടുത്ത് വെച്ചാലോ വെറുതെ ഇങ്ങനെ ഉറക്കം വരിക, കോട്ടവായി ഇങ്ങനെ എപ്പോഴും കോട്ടവായിട്ടോണ്ടിരിക്കുക. ഇതൊക്കെ എന്താണ്? കണ്ണേറ് ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. പെട്ടെന്ന് മറന്നു പോവുക, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോവുക, അതും കണ്ണേറിൻ്റെ ലക്ഷണമാണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ്, ഈ ചെറിയ കുട്ടികളാണെങ്കിൽ അവരിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും. അതെന്താണ്? ഈ കണ്ണേറ് ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പിന്നെന്താണ്? എപ്പോഴും ദേഷ്യം വരിക, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, ഇരുട്ടിൽ ഇരിക്കാൻ തോന്നുക. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് കണ്ണേറ് ഏറ്റതിൻ്റെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ കണ്ണേറിൻ്റെ ഏകദേശം ലക്ഷണങ്ങൾ ഇതല്ലാട്ട് ഇതുമല്ലാത്ത ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഈ കണ്ണേറ് തടയാൻ ചില വഴികളുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇതുപോലെ സിഹർ ഏറ്റിരുന്നു. നബി തങ്ങൾക്കും സിഹർ ചെയ്ത ആൾക്കാരുണ്ട്, നബിക്ക് വരെ സിഹർ ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ലോകമാണ്. അപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ സിഹർ ഏറ്റ സമയത്ത്, സിഹർ നബിതങ്ങൾക്ക് ബാധിക്കുന്ന ആ സമയത്ത് മഹാനായ ജിബ്രീൽ എന്ന മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 4 സൂറത്തുകളും നബിയെ ഓതി മന്ത്രിച്ചു എന്നാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, ഈ 4 സൂറത്തുകളും 3 പ്രാവശ്യം വീതം ഓതി നമ്മൾ എന്ത് ചെയ്യണം? കൈകളിൽ മന്ത്രിച്ച് നമ്മുടെ ശരീരത്ത് തടവുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മൾ കുടിക്കുക.
നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും ഒരു കണ്ണേറിൻ്റെ പഠിക്കാൻ മടി, സ്കൂളിൽ പോകാൻ മടി, എപ്പോഴും ദേഷ്യം, എപ്പോഴും കിടന്നുറങ്ങുക, ചിലപ്പോൾ ഭയങ്കര ഉറക്കമായിരിക്കും, ചിലപ്പോൾ ഒട്ടും ഉറക്കം കിട്ടൂല, ഭക്ഷണത്തോട് ചിലപ്പോൾ ഭയങ്കര ആർത്തിയാണ്, കുറേ ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല, ചിലപ്പോൾ ഒട്ടും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ഇതൊക്കെ എന്താണ്? കണ്ണേറുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? 4 സൂറത്തുകൾ 3 പ്രാവശ്യം വീതം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. അവരുടെ ശരീരത്ത് പെരട്ടാനൊക്കെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് കണ്ണേറ് തടയാൻ. ഇപ്പോൾ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ വീട്ടിലെപ്പോഴും ഈ പാമ്പ്, പഴുതാര, പിന്നെ ചെവിപ്പാമ്പ് എന്ന് പറഞ്ഞ ചെറിയൊരു ജീവിയുണ്ട്, അത് ഭയങ്കര വിഷമാണ്. അങ്ങനെ ഈ ഉപദ്രവകരമായ ജീവികളെ പലപ്പോഴും വീട്ടിൽ കാണുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു പ്രശ്നം പോലെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയല്ല, എപ്പോഴും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ നമുക്കറിയാമല്ലോ. അറിയാം. ആ ദിക്ർ 3 വട്ടം പറയണം. എപ്പോൾ? സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടും കണ്ണേർ ഉള്ള ഏറ്റവരാവട്ടെ ഏൽക്കാത്തവരാവട്ടെ എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും പറയണം. എന്ത് പറയണം? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ 3 വട്ടം പറയാൻ മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഈ ഒരു ദിക്റും മറന്നു പോകണ്ട. ഈ 2 ദിക്ർ ഒന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ 2 ദിക്റുകളും മറന്നു പോവാൻ പാടില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു കാര്യമാണ് സാഹചര്യങ്ങളെ നമ്മൾ തടയുക. അതായത് ഈ കുട്ടികൾ, ഇപ്പോൾ ട്വിൻസായ കുട്ടികളുണ്ടാകും അല്ലേ, 3 കുട്ടികൾ, ഒറ്റ പ്രസവത്തിന് 3 കുട്ടികൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ വ്യത്യാസത്തിൽ മക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മക്കളെയൊക്കെ നമ്മൾ ഈ കല്യാണത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല അണിയിച്ചൊരുക്കിയിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക. അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്കൊക്കെ ആഗ്രഹമില്ല നമ്മുടെ മക്കൾ ചിലപ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് ഇടും അല്ലേ, ഒരേപോലത്തെ ഡ്രസ്സായിരിക്കും നമ്മുടെ മക്കളുടെ ഇടുക. പിന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇരട്ട കുട്ടികളാണെങ്കിൽ ഒരേപോലത്തെ ഡ്രസ്സ്, ഒരേപോലത്തെ ഷൂവ്, ഒരേപോലത്തെ ചെരുപ്പ്, ഒരേപോലത്തെ ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് കൊടുക്കും നമ്മൾ. അത് നമുക്കും കാണാനൊരു രസമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. പ്രത്യേകം ഇപ്പോൾ ഞാൻ പറഞ്ഞ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം, ആ ദിക്റും പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ആ ദിക്റും എന്ത് ചെയ്യണം? പ്രത്യേകം പറഞ്ഞിട്ട് മക്കളുടെ തലയിൽ മന്ത്രിക്കണം. നമ്മുടെ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതണം. പിന്നെ പ്രത്യേകിച്ച് ആ മക്കൾക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറയണം. പിന്നെ ചില കുട്ടികൾ നല്ല പാട്ട് പാടും, ചില കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അതൊക്കെ മറ്റുള്ളവരെ കണ്ടിട്ട് ഈ പ്രായത്തിൽ ഇപ്പോഴിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചുമ്മാ ഒരു ആശ്ചര്യം കൊണ്ട് പറയുന്നതാവാം. ഒരു പക്ഷേ നമ്മുടെ മക്കൾക്കത് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? പൊതു സ്ഥലത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കലല്ലോ, കണ്ണേറ് ഏൽക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുത്തലല്ല. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ സ്റ്റേജിൽ പാടേണ്ടി വരും, നബിദിനത്തിൽ മദ്രസയിൽ പാടേണ്ടി വരും, സ്കൂളിൽ പാടേണ്ടി വരും, പാടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ അവരെ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ കാവലിൽ വെക്കണം. എങ്ങനെ? നമ്മുടെ കുട്ടിയെ എപ്പോഴും നമ്മൾ മന്ത്രിക്കണം. പ്രത്യേകിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറയണം. പ്രത്യേകം നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഏത് സമയത്തും പറയേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ആ ഒരു ദിക്ർ മറന്നു പോകാൻ പാടില്ല. അത് കണ്ണേറും സിഹറൊക്കെ ഏൽക്കാതിരിക്കാനുള്ള പ്രത്യേകമായി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മക്കളുടെ ഫോട്ടോയൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നവരുണ്ടാകാം അല്ലേ, അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഇപ്പോൾ ഫുള്ള് നമ്മുടെ മക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളൊക്കെയാണല്ലോ ഇടുന്നത്. ആയിക്കോട്ടെ, പക്ഷേ അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണ്ണ് വെക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആ ദിക്റൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ, അപ്പോൾ കണ്ണേറ് ഏറ്റാൽ ചില അടയാളങ്ങളുണ്ടാകും, 10ഓളം അടയാളങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ണേറ് ഏറ്റാൽ നമ്മൾ ചെയ്യേണ്ട ഒരു 4 കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണേറ് ഏൽക്കാത്ത നല്ല ആളുകളിൽ, കണ്ണേറ് ഏൽക്കാത്ത എന്ന് പറഞ്ഞാൽ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്ഥിരമായി ചൊല്ലാനും, അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും ഏൽക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കാനും പ്രത്യേകം നമ്മൾ എപ്പോഴും ദുആ രക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ.
നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ കച്ചവട സ്ഥാപനം എല്ലാത്തിനെയും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള കണ്ണേർ, സിഹർ, ബല, മുസീബത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കണം കേട്ടോ. നിസ്കാരം കൃത്യമാക്കണം, നമ്മുടെ ഖുർആൻ ഓത്ത് അതെല്ലാം കൃത്യമാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പകുതി നമ്മുടെ ഇതുപോലുള്ള ബലാ മുസീബത്തൊക്കെ ഒഴിഞ്ഞു പോയിക്കോളും. ഉമ്മമാർ പ്രത്യേകം നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂൽ ചെയ്യട്ടെ. എല്ലാവിധത്തുള്ള നിഅമത്തും അള്ളാഹു തആല തരട്ടെ. പിന്നെ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലും തോറും കണ്ണേറൊക്കെ അകന്നകന്നു പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.